नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 69. ഭഗവാൻ കൃഷ്ണന്റെ നിത്യകർമ്മങ്ങൾ. പേജ് നമ്പർ 675. ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിനു മറ്റൊരു ഭാഗത്തെപ്പോലെ പ്രവർത്തിക്കാനാവില്ല എന്ന ഈ പരിമിതി പരമപുമാനിലില്ല. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശരീരവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അദ്ദേഹം തികച്ചും ആത്മീയനാണ്. അതിനാൽ അദ്ദേഹത്തിൻ്റെ ശരീരവും ആത്മാവും തമ്മിൽ ഭൗതിക ഭേദങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോടാനുകോടി അവതാരങ്ങളിൽ നിന്നും സമ്പൂർണ്ണ വികാസങ്ങളിൽ നിന്നും അദ്ദേഹം വിഭിന്നനല്ല. കൃഷ്ണന്റെ ആദ്യത്തെ വികാസമാണ് ബലദേവൻ. ബലദേവനിൽ നിന്നും സംഘർഷണൻ, വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിവർ വികാസം കൊണ്ടു. സംഘർഷനിൽ നിന്നും വീണ്ടും നാരായണൻ, നാരായണനിൽ നിന്നും രണ്ടാമതു 4 ഘടകങ്ങളോട് കൂടിയ സംഘർഷണൻ, വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നീ വികാസങ്ങളുണ്ടായി. ഇതുപോലെ കൃഷ്ണന്റെ അനേകം വികാസങ്ങളുണ്ട്. പക്ഷേ അവയൊക്കെ ഒന്നുതന്നെയാണ്. ഭഗവാൻ നരസിംഹം, ഭഗവാൻ വരാഹം, ഭഗവാൻ മത്സ്യം, ഭഗവാൻ കൂർമ്മം തുടങ്ങി കൃഷ്ണന് അനേകം അവതാരങ്ങളുണ്ട്. എന്നാൽ ഭീമാകാരമായ മൃഗരൂപങ്ങളിലുള്ള അവതാരങ്ങളും 2 കൈകളോടുകൂടിയ മനുഷ്യനെപ്പോലുള്ള അദ്ദേഹത്തിൻ്റെ ആദിമ രൂപവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ പ്രവർത്തനവും മറ്റൊരു ഭാഗത്തെ പ്രവർത്തനവും തമ്മിലും വ്യത്യാസമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ കൈകൾക്കു കാലുപോലെ പ്രവർത്തിക്കാനാകും. കണ്ണുകൾക്ക് കർണങ്ങൾ പോലെ പ്രവർത്തിക്കാൻ കഴിയും. നാസികയ്ക്കും ശരീരത്തിൻ്റെ മറ്റ് ഏതെങ്കിലും ഭാഗം പോലെയും